ഈ അമേരിക്കയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടാണല്ലോ വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നത്. കോൺഗ്രസിന്റെ ചോദ്യവുമൊക്കെ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് വെടിനിർത്തലിലേക്ക് എത്തിയത് എന്ന കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപാധിയിലേക്ക്, കരാറിലേക്ക് എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് ആ കരാറിന്റെ വ്യവസ്ഥകൾ? കരാർ ഉണ്ട് എങ്കിൽ എന്തായിരുന്നു ഈ ചർച്ചകളുടെ ഉള്ളടക്കം? എന്തൊക്കെ കാര്യങ്ങൾ പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടുണ്ട്? അങ്ങനെ എന്തെങ്കിലും ഉപാധികളോടെയാണോ ഈ വെടിനിർത്തൽ? അത്തരം കാര്യങ്ങൾ ഇനിയും കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ആ ചോദ്യങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതെ, ആ ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിൽ ന്യായമുണ്ട് എന്നതുമാണ്. കാരണം രാജ്യം വളരെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിലൂടെ കടന്നുപോയി. 80-ലധികം മണിക്കൂറുകൾ രാജ്യം മുൻമുന്നിലായിരുന്നു. എവിടെയാണ് കുഴപ്പം സംഭവിക്കുക, എവിടെയാണ് ഒരു മിസൈൽ വന്ന് പതിക്കുക എന്നൊക്കെ ആളുകൾ വലിയ ഭീതിയോടെ നിന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിശക്തമായി പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്തു. പക്ഷേ ഈ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് പ്രതിരോധ മന്ത്രാലയത്തെയോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിലോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വന്ന് വിശദീകരിക്കുന്നതിന് പകരം എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം രാജ്യത്തെ ജനങ്ങളോട് പറയണം. അതിനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ പറയുന്നത്. രണ്ടാവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. ഒന്ന്, ഒരു സർവകക്ഷി ഇടപെടുകയാണ്. യോഗം നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ സംയുക്ത സേനാ മേധാവി, മറ്റ് സൈനിക വൃത്തങ്ങളുടെ കര, വ്യോമ, നാവിക സേനകളുടെ മേധാവിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നൊരു 11 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞെടുത്തതാണ്. ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 11 മണിക്ക് വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞെടുത്തതെന്നാണ്. ഈ പെട്ടെന്നൊരു യോഗം ഡൽഹിയിൽ ചേരാൻ തീരുമാനമാവുന്നു. അതിന്റെ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് ഈ യോഗം ചേരുന്നത്. അനൂപ്, യോഗത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. വളരെ പ്രധാനപ്പെട്ട യോഗമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെയും പ്രധാനമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരുന്നു. അതിന് പിന്നാലെ വൈകിട്ടോടുകൂടിയാണ് വെടിനിർത്തൽ കരാറിലേക്ക് നമ്മൾ എത്തി എന്ന തീരുമാനം. വെടിനിർത്തലിലേക്ക് എത്തി, അതെ, വെടിനിർത്തലിലേക്ക് എത്തി എന്ന വിവരം അതിനുശേഷമാണ് പങ്കുവയ്ക്കപ്പെടുന്നതും. ഈ യോഗത്തിന് ശേഷം ഇന്നോ നാളെയോ ആയി നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്കൊരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായും ഉണ്ടാകില്ലേ? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിൽ സർക്കാർ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിലൊരു വാർത്താ സമ്മേളനമോ അതല്ല ഒരു സർവകക്ഷി യോഗമോ വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാർ പറഞ്ഞിട്ടില്ല. ഒന്ന്, നേരത്തെ 2 തവണ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. 2 തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റു മന്ത്രിമാരെ യോഗത്തിന് അയക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. പക്ഷേ പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് സർവകക്ഷി യോഗം ചേർന്ന് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്, ഇന്ത്യ എന്തൊക്കെ നടപടി സ്വീകരിച്ചു, എന്തെങ്കിലും കരാറിലെത്തിയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, രാജ്യത്ത് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഉൾപ്പെടെ സാധാരണ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ച ജനപ്രതിനിധികളുണ്ട്, എംപിമാരുണ്ട്, അവരോട് സർക്കാർ ഈ കാര്യങ്ങൾ വിശദീകരിക്കണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഈ 2 ആവശ്യത്തോടും BJPയോ കേന്ദ്ര സർക്കാരോ ഒന്നും ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് വൈകിട്ട് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. ഈ സൈനിക നടപടികൾ സംബന്ധിച്ച വിഷയങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ച ഒരു കാര്യം ആ പത്രസമ്മേളനത്തിൽ പറയാനിടയില്ല. അതുതന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇനിയുള്ള മുന്നോട്ട് പോക്കിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യവും. ആ ചോദ്യത്തിനുള്ള മറുപടി എപ്പോൾ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ഈ നിമിഷം വരെ ഒന്നും പറഞ്ഞിട്ടില്ല. അനൂപ് ദാസാണ് ഡൽഹിയിൽ ഇപ്പോഴത്തെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ടും ഒപ്പം ഇപ്പോൾ നടക്കുന്ന സുപ്രധാനമായ യോഗത്തിന്റെയും വിശദാംശങ്ങൾ നൽകിയത്. അതിനൊപ്പം രാഷ്ട്രീയമായ ചോദ്യങ്ങൾ കൂടി കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തുന്നുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു വിശദീകരണം, വിശദമായ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് നമ്മൾ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ, വിശദാംശങ്ങൾ അത് വിശദീകരിക്കപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതേസമയം പ്രതിരോധ മന്ത്രാലയം 11 മണിക്ക് നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകാനുള്ള സാധ്യതയുമാണ്. പ്രതിരോധ മന്ത്രാലയത്തിലെ വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായും അതിർത്തിയിലെ സ്ഥിതി എങ്ങനെയാണ്, ഇന്നലെ ഉണ്ടായ വെടിനിർത്തൽ കരാർ ലംഘനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പരാമർശിക്കാനുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഈ ട്രംപ്, അതായത് അമേരിക്കയുടെ ഇടപെടൽ എന്ന വിഷയത്തിന്മേലുള്ള കാര്യത്തിൽ അവിടെ എന്തായാലും ചർച്ച ഉണ്ടായിരിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിലിപ്പോൾ അനൂപ് പറയുന്ന പോലെ സർക്കാർ ഇതിന് മറുപടി പറയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി പാർലമെന്ററി യോഗം ചേരുമ്പോഴോ അല്ലെങ്കിൽ സർവകക്ഷി യോഗം ചേരുമ്പോഴോ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഈ ചോദ്യം ഉന്നയിക്കുമെന്നതിൽ സംശയമില്ല. അത് വലിയ തോതിൽ തന്നെ ഒരു രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് മറുപടി പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഒരു നയവ്യതിയാനം സംഭവിച്ചോ, മൂന്നാമതൊരു രാജ്യത്തെ നമ്മൾ ഇടപെടുത്തിയിട്ടുണ്ടോ, അങ്ങനെ അമേരിക്ക പറഞ്ഞതനുസരിച്ചാണോ ഇന്ത്യ ഒരു തീരുമാനമെടുത്തത് എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഉയരുന്നത്. അതിനുള്ള മറുപടിയാണ് അറിയേണ്ടത്.